ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ. ഞാനിന്ന് കണിക്കൊന്നയുടെ ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ഒരു ഉണ്ണി എന്നും പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല. അവനും അമ്മയും കൂടി എന്നും അവിടെ അടുത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഉണ്ണിയുടെ അമ്മ ഭഗവാന്റെ ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു പരമഭക്തിയായിരുന്നു. കുഞ്ഞിലെ മുതലേ ഉണ്ണിക്കണ്ണൻ്റെ ശ്രീകൃഷ്ണസ്വാമിയുടെ കഥകളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കഥകളൊക്കെ കേട്ട് ഭഗവാനോട് കൂടുതലായി അടുത്ത ഒരു സ്നേഹം ഒരു ഭക്തിയോടുകൂടി തന്നെയാണ് ആ കുഞ്ഞും വളർന്നു വരുന്നത്. അങ്ങനെ ദിവസവും അമ്പലത്തിലേക്ക് കുഞ്ഞും അമ്മയും കൂടി പോകുമായിരുന്നു. ഒരിക്കൽ കുട്ടി അമ്മയോട് ചോദിക്കും, അമ്മേ, എനിക്ക് എന്താണ് ഒരു കൂട്ടുകാരില്ലാത്തത്, എനിക്ക് കളിക്കാൻ ആരും കൂട്ടില്ലല്ലോ എന്ന് സങ്കടം പറയും. അപ്പോൾ അമ്മ പറയും, നമ്മൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, നീ അവിടുത്തെ ശ്രീകൃഷ്ണ സ്വാമിയോട് പറയൂ, കണ്ണനോട് പറയൂ, നിൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് ചോദിക്കൂ എന്ന് പറഞ്ഞ് അമ്മ സമാധാനിപ്പിക്കുകയാണ് കുട്ടിയെ. അങ്ങനെ ക്ഷേത്രത്തിലെത്തും. ശ്രീകോവിലിൽ ചെന്ന് എന്നും ഉണ്ണി ഇങ്ങനെയാണ് പറയുന്നത്, കണ്ണാ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ അമ്മയ്ക്ക് സുഖമില്ലാതാവുന്നു. പിന്നീട് ഈ ഉണ്ണി ഒറ്റയ്ക്കാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോഴും അവൻ ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്താണ്, കണ്ണാ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ, എനിക്ക് കളിക്കാൻ കൂട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവൻ ഇങ്ങനെ ഉണ്ണിക്കണ്ണനോട് ചോദിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മരം നിൽക്കും. അപ്പോൾ പെട്ടെന്ന് ആ കുട്ടി ഒരു കൃഷ്ണൻ്റെ ആ വേണുഗാനം കേൾക്കുകയാണ്. അപ്പോൾ ഇവൻ ഗാനം കേട്ടെടുത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു മരത്തിന് മുകളിൽ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പുല്ലാങ്കുഴലൊക്കെ പിടിച്ചിങ്ങനെ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് വേണുഗാനം പൊഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി അത്ഭുതത്തോടെ നോക്കുക, എന്താണ് എൻ്റെ കൂടെ കളിക്കാൻ വന്നതാണോ എന്നാണ് ആദ്യം ആ കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയും, അതെ, നീ എന്നും വിളിക്കാറില്ലേ എന്നെ കളിക്കാൻ വരുമോ എന്ന്, ഞാൻ അതുകൊണ്ട് നിൻ്റെ കൂടെ കളിക്കാനായിട്ട് വന്നതാണ് എന്ന് കുട്ടി എന്ന് കൃഷ്ണൻ പറയും. അപ്പോഴത്തേക്ക് കുട്ടി പറയും, എന്നിട്ട് ശ്രീകൃഷ്ണൻ പറയും, ഇനി നമ്മൾ ഇങ്ങനെ കളിക്കുന്ന കാര്യം നീ ആരോടും പറയരുത് കേട്ടോ, പറഞ്ഞാൽ പിന്നെ ഞാൻ വരില്ലെന്ന് പറയും. അപ്പോൾ കുട്ടി പിന്നീട് അത് ആരോടും പറയില്ല. അങ്ങനെ ഉണ്ണിക്കണ്ണനും കുട്ടിയും കൂടി ഭയങ്കരമായി അങ്ങനെ കളിച്ച് രസിച്ച് അങ്ങനെ അവർ തമ്മിൽ പിരിയുകയും ചെയ്യും. അപ്പോൾ ആ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കും, നീ എന്താണ് ഇത്രയും താമസിച്ചത് എന്ന് ഉണ്ണിയോട് ചോദിക്കുമ്പോൾ ഉണ്ണി പറയും, ഞാൻ കണ്ണനുമായിട്ട് കളിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ ഏതോ ഒരു കുട്ടി ആണ് കണ്ണൻ, അവനുമായിട്ട് കളിക്കുകയായിരുന്നു അങ്ങനെ അമ്മ വിചാരിക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ ഇപ്പോൾ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരാൾ അവിടെ ഭഗവാന് ഒരു അരഞ്ഞാണം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഉണ്ണി അമ്പലത്തിൽ തൊഴുതതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ മരത്തിൽ ഉണ്ണിക്കണ്ണൻ അന്നും പതിവ് പോലെ കണ്ണൻ ഉണ്ടായിരുന്നു. ഭഗവാൻ വരും, ഇവർ രണ്ടുപേരും കളിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഭഗവാന്റെ അരയിൽ അന്ന് ഈ അരഞ്ഞാണമുണ്ട്. അപ്പോൾ കുട്ടി പറയും, കണ്ണൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന അരഞ്ഞാണം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയും. എന്താണ്, നിനക്കത് ഇഷ്ടപ്പെട്ടു? എനിക്കിഷ്ടമായി എന്ന് പറയും. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോ എന്നും പറഞ്ഞ് കണ്ണൻ അരിഞ്ഞാണ് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്. അവൻ അതൊക്കെ കെട്ടി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുന്നു. അതിന് പുറമെ മുണ്ടും ചുറ്റുന്നത് കൊണ്ട് അമ്മ അതറിയുന്നില്ല. പിറ്റേ ദിവസം മേൽശാന്തി വന്ന ക്ഷേത്രം ശ്രീകോവിൽ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ കൊണ്ടുവന്ന ആള് സമർപ്പിച്ച അരിഞ്ഞാണം ഭഗവാന്റെ വിഗ്രഹത്തിൽ കാണുന്നില്ല. അപ്പോൾ മേൽശാന്തി പരിഭ്രാന്തയോടുകൂടി പുറത്തേക്ക് വന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ വിവരങ്ങളൊക്കെ അറിയിക്കും. ക്ഷേത്രത്തിലെ ജീവനക്കാരോടൊക്കെ ചോദിക്കും, പറയും. അങ്ങനെ എല്ലാവരും അറിയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അരിഞ്ഞാണം കാണുന്നില്ലല്ലോ, സ്വർണത്തിൻ്റെ അരിഞ്ഞാണല്ലേ, കാണാത്തത് കൊണ്ട് എല്ലാവരും വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഉണ്ണി വരികയാണ്. ഉണ്ണി ഒരു ചുവപ്പ് പട്ടൊക്കെ ചുറ്റി ഉടുത്ത് അതിൻ്റെ പുറമെ അരിഞ്ഞാണവും ഉടുത്തുകൊണ്ടാണ് ഉണ്ണി വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ഉണ്ണിയെ തന്നെ നോക്കും. എന്നിട്ട് ഉണ്ണിയോട് ചോദിക്കും, നീ ഇത് എവിടെ നിന്നാണ് എടുത്തത്, നീ ക്ഷേത്രത്തിൽ കയറി ഇത് എങ്ങനെ എടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടി പെട്ടെന്ന് പറയും, അയ്യോ ഇത് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തതല്ല,
അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ കണ്ട കാര്യം ആരോടും പറയരുതെന്ന്. അപ്പോൾ ഉണ്ണി ആദ്യമൊക്കെ പറയും, അല്ല ഇത് എൻ്റെതാണ്, എൻ്റെ അരിഞ്ഞാണാണ് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ശാന്തി പറയും, അല്ല നീ ഇത് മോഷ്ടിച്ചതാണ്, ക്ഷേത്രത്തിൽ കയറി നീ മോഷ്ടിച്ച് ക്ഷേത്രത്തിൽ നിന്ന് എടുത്തതാണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് അപ്പോൾ ആൾക്കാരൊക്കെ കൂടും. അപ്പോൾ ശാന്തി പറയും, ഇവൻ്റെ അമ്മയെ വിളിക്കണമെന്ന് പറയും. അങ്ങനെ അമ്മയെ വിളിക്കും. അമ്മ വരും. അമ്മയും ആദ്യം പെട്ടെന്ന് ഇത്ര ഭക്തിയാണെങ്കിലും ഭഗവാൻ അപ്പോൾ ഈ അവസാനം ഈ കുട്ടി പറയുന്നുണ്ട്, അല്ല ഇത് എനിക്ക് കണ്ണൻ തന്നതാണ്, ശ്രീകൃഷ്ണ സ്വാമി കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്, എനിക്ക് ഭഗവാൻ എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് എന്ന് പറയുകയാണ്, എനിക്ക് തന്നതാണെന്ന് പറയും. പക്ഷെ ആരും അതത്ര വിശ്വസിക്കുന്നില്ല. എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, വഴിപാട് നടത്തുന്നുണ്ട്, എല്ലാവരും ഭക്തിയോടെ നാമം ജപിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ വന്നു എന്നുള്ളത് ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വിഗ്രഹമുണ്ട്, അത് നമുക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, ഭഗവാൻ വരും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അത്രയ്ക്ക് കുട്ടിയുടെ അത്ര വിശ്വാസം അവർക്കില്ല. അതുകൊണ്ടാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ കുട്ടിക്ക് ഭഗവാൻ കാണാനായിട്ട് ദർശനം കൊടുത്തത്. അപ്പോൾ കുട്ടി പറയും, അല്ല. അപ്പം അമ്മ വരും. അമ്മ വന്നിട്ട് കുട്ടിയോട് ചോദിക്കും, നീ ഇത് എപ്പോഴും എടുത്തു, നിനക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടിക്ക് വീണ്ടും സങ്കടാവുകയാണ്. അപ്പോൾ അമ്മ പറയും, പിന്നെ അമ്മ വന്നിട്ട് അവിടെ ഇരുന്ന് ഒരു വടിയെടുത്ത് കുട്ടിയെ തല്ലാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു സങ്കടമാകും. എന്തായാലും കുട്ടിയുടെ ആഗ്രഹം അല്ലേ, അതവൻ എടുത്ത് സാരയില്ല, ക്ഷമിച്ചേക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് അവിടെയുള്ള ആൾക്കാർ വരികയാണ്. ഇനി കുട്ടിയെ തല്ലരുത് എന്ന് പറയുകയാണ് അമ്മയോട്. പക്ഷേ ഉണ്ണിക്ക് ഭയങ്കര സങ്കടമാകും. അപ്പം അമ്മ ഇതായിട്ട് സങ്കടത്തോടെ അമ്മ വീട്ടിലേക്ക് മടങ്ങുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഉണ്ണികൃഷ്ണൻ ഈ കുട്ടി എന്ത് ചെയ്യും? കുട്ടി ഭഗവാനോട് പറയുകയാണ്, നീ എനിക്കിത് തന്നിട്ട് കണ്ടില്ലേ, എല്ലാവരും എന്നെ കള്ളനാക്കി, അത് മാത്രമല്ല അമ്മ എന്നെ കുറേ തല്ലുകയും ചെയ്തു എന്നും പറഞ്ഞ് കുട്ടി എന്ത് ചെയ്യും? എനിക്കിനി ഈ അരിഞ്ഞാണം വേണ്ടെന്നും പറഞ്ഞ് എടുത്ത് ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഇരിക്കുന്ന ആ മരയില്ലേ, ആ മരത്തിലേക്ക് എറിയുകയാണ് ഈ കുട്ടി. എന്നിട്ട് വീട്ടിലേക്ക് പോകും. പക്ഷെ ഈ എറിയുന്നത് എല്ലാവരും അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും അവിടെ ഇരുന്ന് ഈ എറിയുന്നത് കാണുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ആരും അത് അത്ര ഇതാക്കി എടുത്തില്ല, ആരും അതത്ര പ്രശ്നമാക്കിയില്ല. അതിനുശേഷം കുട്ടി വീട്ടിലേക്ക് പോകുന്നു. പിറ്റേ ദിവസം മേൽശാന്തി വന്ന് ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും ആ മരത്തിൽ നിറയെ ഒരു പ്രത്യേക രീതിയിലുള്ള മഞ്ഞ കളറിലെ കുറേ പൂക്കൾ, അതിങ്ങനെ അരിഞ്ഞാണം പോലെയാണ് ആ പൂക്കൾ കിടക്കുന്നത്. അപ്പോഴാണ് ശാന്തി ഇന്നലെ കുട്ടി എറിഞ്ഞ കാര്യം ഓർക്കുന്നത്. ശാന്തി ഉടനെ തന്നെ ശ്രീകോവിൽ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് ഭഗവാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് ശാന്തി കേൾക്കുന്നതാണ്. മേൽശാന്തി ഇത് കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. പറയുകയാണ്, എൻ്റെ പരമഭക്തനായ ആ ഉണ്ണിക്കണ്ണന് ഞാൻ ആ അരിഞ്ഞാണം നൽകിയതാണ്. അത്ര എന്നെ കണ്ടു എന്ന് കുട്ടി പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. അപ്പം ഞാനൊരു വിഗ്രഹമാണോ? എന്നെ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ? ഞാൻ വരുമെന്ന് ആ ഉണ്ണി പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്നെ വിശ്വസിച്ച് എന്നെ വിളിച്ച കുട്ടിയാണ്. എൻ്റെ പരമഭക്തനായ ആ എൻ്റെ വാത്സല്യത്തിലാക്കാണ് ഞാൻ ചെന്നത്. അവന് ഞാൻ എൻ്റെ സ്നേഹത്തോടെ ഞാൻ നൽകിയതാണ് അരിഞ്ഞാണ് എന്ന് പറയുകയാണ്. അപ്പോൾ മേൽശാന്തിക്ക് അത്ഭുതമാവും. മേൽശാന്തി ഓടി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി ഓടി കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് അമ്മ ഭയങ്കരമായി ദേഷ്യത്തോടെ വഴക്കിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറയും, എന്താണ്? അയ്യോ. അപ്പോൾ ശാന്തി ഓടി ചെന്നിട്ട് അവിടെ പറയുകയാണ്, അയ്യോ കുട്ടിയെ വഴക്കിടല്ലേ, ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ എല്ലാവരോടും അമ്മയോട് ശാന്തി പറയുകയാണ്. അപ്പം തന്നെ കുട്ടി അമ്മയുമായി തിരിച്ചു വരുന്നു. അപ്പോൾ ആ മരത്തിലെ ഈ മഞ്ഞ പൂക്കൾ കാണുകയാണ്. ആ മഞ്ഞ പൂക്കളാണ് കണിക്കൊന്ന പൂവാകുന്നത്. നമ്മളിപ്പോൾ കണിക്കൊന്ന പൂ കണി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അന്ന് കുട്ടിക്ക് ഈ ഒരു ദുഷ്പേര് വന്നില്ലേ, അത് ഈ കണിക്കൊന്ന പൂത്ത് അത് കണ്ടപ്പോഴാണല്ലോ ആ ദുഷ്പേര് മാറിയത്.
അങ്ങനെ നമ്മൾ എല്ലാ വർഷവും ഈ വിഷുവിൻ്റെ അന്ന് നമ്മൾ ഈ കണിക്കൊന്ന പൂ കണി കാണുകയാണെങ്കിൽ നമുക്ക് ആ വർഷം ദുഷ്കീർത്തിയൊന്നും ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതിനാണ് നമ്മൾ ഈ കണിക്കൊന്ന കണി കാണാനായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഇത് ഇങ്ങനെയാണ്. പിന്നെ കൊന്നമരം എന്നുള്ള ബാലിയെ കൊന്നമരം എന്ന് പറയുന്നത് വേറൊരു ഐതിഹ്യത്തിൽ ഉള്ളത് ശ്രീരാമൻ ബാലിയെ മറഞ്ഞിരുന്ന് കൊന്ന മരം. അതുകൊണ്ട് ആ മരത്തെ കൊന്നമരം എന്ന് വിളിക്കുന്നു. കൊന്നമരം ഭഗവാനോട് സങ്കടം പറയുമ്പോഴാണ് അതിൻ്റെ സങ്കടം മാറ്റാനാണ് അത് കണിക്കൊന്നയായി മാറിയത് എന്ന ഒരു അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഭഗവാനെല്ലാം സമർപ്പിച്ച് വിളവെടുപ്പ് കാലമാണ് വിഷുവായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത്. ഭഗവാന് നമ്മളെല്ലാം സമർപ്പിച്ച് സന്തോഷത്തോടുകൂടി ഒരു വർഷക്കാലം ജീവിക്കുന്ന അതാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷുവാശംസകൾ പറഞ്ഞുകൊണ്ട് ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.